ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിലീപിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമ ഭ ഭ ഭ അഥവാ ഭയം ഭക്തി ബഹുമാനം ഈ വരുന്ന ഡിസംബർ 18 വ്യാഴാഴ്ചയാണ് തിയേറ്റർ റിലീസായി എത്തിച്ചേരുന്നത്. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് ഫാഹിം സഫർ, നൂറിൻ ഷെരീഫ് എന്നിങ്ങനെ രണ്ടുപേർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത്. ദിലീപിനൊപ്പം മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ചിത്രത്തിന്റെ ഛായാഗ്രഹണം ആർമോയും രജ്ജൻ എബ്രഹാം എഡിറ്റിംഗ് നിർവഹിക്കുന്നു. ഗോപി സുന്ദറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 8:18 ഈ സിനിമയുടെ 1 മിനിറ്റ് 29 സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ ഗോകുലം മൂവീസ് യൂട്യൂബ് ചാനൽ വഴിയാണ് ട്രെയിലർ പുറത്തു വന്നിട്ടുള്ളത്. മമ്മൂട്ടിയുടെ കളങ്കാവൽ തിയേറ്ററിലെത്തിയിട്ട് 6 ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, രജീഷ വിജയൻ, ഗായത്രി അരുൺ, അസീസ് നെടുമങ്ങാട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ നവാഗതനായ ജിതിൻ കെ ജോസാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള ആദ്യ 5 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് വിശദമായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതുപ്രകാരം ഇന്നലെ ചൊവ്വാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,94,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും മോശമല്ലാത്ത കളക്ഷൻ ഇന്നലെ ഈ സിനിമ നേടിയെടുത്തു. 48 ലക്ഷം രൂപയാണ് ഇവിടെ നിന്നും സ്വന്തമാക്കിയത്. GCC ഓവർസീസ് രാജ്യങ്ങളിൽ നിന്ന് $1,87,000 ഇന്നലെ നേടിയെടുത്തത്. അതായത് 1,70,00,000 രൂപ. അങ്ങനെ 5-ാം ദിവസമായി ഇന്നലെ മാത്രം ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 5,12,00,000 രൂപയാണ്. അങ്ങനെ കേരള കളക്ഷനായി 5 ദിവസം കൊണ്ട് 21,64,00,000 രൂപയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 4,78,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 26,42,00,000 രൂപയാണ് ആദ്യ 5 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. 5 ദിവസത്തെ വിദേശ കളക്ഷൻ 28,40,00,000 രൂപയുമാണ്. വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 54,82,00,000 രൂപയാണ് ഈ സിനിമ 5 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 6-ാം ദിവസമായി ഇന്ന് ബുധനാഴ്ചയിലെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 2,20,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ 6 ദിവസം കൊണ്ട് കേരളത്തിൽ അങ്ങനെ 23,80,00,000 റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ ഇന്ന് വേൾഡ് വൈഡ് കളക്ഷനായി 4 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 58,59 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത ബ്ലോക്ക് ബസ്റ്റർ വിജയക്കൊത്ത് പോകേണ്ടത് ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്ത സ്പൈ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ രൺവീർ സിംഗ്, സഞ്ജയ് ദത്ത്, അക്ഷയ് ഖന്ന, മാധവൻ, അർജുൻ രാംപാൽ, സാറ അർജുൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ 5-ാം ദിവസം ഇന്നലെ ചൊവ്വാഴ്ച മാത്രം വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 40 കോടിക്ക് മുകളിലായിരുന്നു. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 183,50,00,000 രൂപയും വിദേശ കളക്ഷനായി 5 ദിവസം കൊണ്ട് 50 കോടി രൂപയും ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട്. ടോട്ടൽ 5 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 233,50,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അതേസമയം 6-ാം ദിവസമായ ബുധനാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുക്കാൻ സാധ്യത 46 കോടി റേഞ്ചിലാണ്. അങ്ങനെ 6 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 280 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. 140 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. ധനുഷിന്റെ ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയായ തേരെ ഇഷ്ക് മേം ഇന്ന് ബുധനാഴ്ചയോടെ 13 ദിവസമാണ് പിന്നിടുന്നത്. ആനന്ദൽ റായ് സംവിധാനം ചെയ്ത് നവംബർ 28 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ കൃതി സനോം, പ്രകാശ് രാജ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. സിനിമയുടെ ഇന്നലെ ചൊവ്വാഴ്ച വരെയുള്ള 12 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് വിശദമായി പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം 12 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 125 കോടി രൂപയും വിദേശ കളക്ഷനായി 20,50,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 145,50,00,000 രൂപയാണ് 12 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.